പ്രതികൂലം വരുന്നതും പ്രയാസങ്ങൾ വരുന്നതും കണ്ടിട്ട് പിറകോട്ട് ഈരിടല്ലേ. ആ പ്രയാസവും പ്രതിസന്ധിയുമാണ് നമ്മളെ ഉയർത്തുന്നത്. പിശാച് കാൽക്കൽ വന്ന് വീഴാനുള്ള കാരണം യേശു കർത്താവ് ശക്തനും സർവശക്തനുമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പട്ടണത്തെ പൊടിച്ചു കളയുമെന്ന് അറിയാവുന്നത് കൊണ്ട്, പിശാചുകൾ ഇവന്റെ കാൽക്കൽ വന്ന് വീഴുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവന്റെ യാത്ര തടയുന്നതാണ്. ബുദ്ധി എന്നറിഞ്ഞ പിശാചിന്റെ കാൽക്കുലേഷനാണ് തമ്പുരാൻ നിയന്ത്രിച്ചു കളഞ്ഞത്. അതുകൊണ്ട് മുന്നോട്ട് ഒരു ലക്ഷ്യത്തോടെ പോകുന്നവന്റെ പടകിനെതിരെ കാറ്റ് വരും. പക്ഷെ ഒരു കാര്യം, കാറ്റ് വരുമെന്ന് അറിയാവുന്ന തമ്പുരാൻ കാറ്റിന്റെ മുമ്പേ നിന്റെ അകത്ത് അതിലും വലിയ കാറ്റ് എഴുതി. ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 and 7 ആണിത് സംഭവം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചോളൂ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന് മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസ്സ വരെ നാട്ടിലെ വെള്ളം നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ടു വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ശ്രദ്ധിക്കണം, എപ്പോഴും ജനം നെടുവീർപ്പിടുമ്പോൾ, ജനം നിലവിളിക്കുമ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കാറില്ല. അവരെ രക്ഷിക്കാൻ ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ വേണ്ടി മോശയെ അന്വേഷിച്ചു പോയതുപോലെ, മിദ്യാനുടെ കയ്യിൽ ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് അവരുടെ നിലവിളിയുടെ മറുപടിയായിട്ട് ഒരു ഗിദെയോനെ അന്വേഷിച്ചു പോയതുപോലെ, ഇന്ന് ജനത്തിൻ്റെ നിലവിളിക്ക് വേണ്ടി ചിലതിനിവിടെ അന്വേഷിക്കുന്നുണ്ട്. യെസ്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ മെസ്സേജിൽ ഈ പട്ടണത്തിലെ ജനത്തിൻ്റെ നിലവിളിയുടെ മറുപടിയാണ് നീ. അത് എക്സോ വയ്യോ എനിക്ക് വിഷയമല്ല. ഇത് ചെറിയൊരു ഗ്രൂപ്പാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആരെയോ ദൈവം തിരയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഇവിടെ വരേണ്ട കാര്യമില്ല. യെസ്. ജനത്തിൻ്റെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ എത്തിയാൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഒരു മനുഷ്യനെ അന്വേഷിക്കേണ്ട ഗതികേട് ദൈവത്തിനില്ല. പക്ഷേ ഇപ്പം ദൈവം അന്വേഷിക്കുന്നൊരു കാര്യം, ദൈവം എന്തെങ്കിലും ഭൂമിയിൽ ചെയ്യുകയാണെങ്കിൽ അത് മനുഷ്യരിലൂടെ ചെയ്യത്തുള്ളൂ. ദൈവം എന്തെങ്കിലും ഭൂമിയിൽ ചെയ്യുകയാണെങ്കിൽ അത് മനുഷ്യരിലൂടെ ചെയ്യിക്കത്തുള്ളൂ. യെസ്. നിങ്ങൾ ഈ പശുവും കഴുതയും ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ളവരല്ല ഞാനും നിങ്ങളും. മൃഗങ്ങൾ ജീവിക്കേണ്ട പോലെ ജീവിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. മനുഷ്യർ ജീവിക്കേണ്ട പോലെ ജീവിക്കേണ്ടവരുമല്ല നമ്മൾ അടക്കി വാണ് ഭരിക്കേണ്ടവരാണ്. സകലത്തിൻ്റെ മേലും വാഴുവാൻ. യെസ്. അപ്പം അങ്ങനെയാണ് ജനത്തിൻ്റെ നിലവിളിയുടെ മറുപടിയായിട്ട് ഒരു മനുഷ്യനെ അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രൈമയുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കും. അത് സ്വാഭാവികമാണ്. അതുവരെ ദൈവമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ദൈവത്താൽ അനുഗ്രഹം കിട്ടിയപ്പോൾ ദൈവത്തെ പാഠം പഠിപ്പിച്ച ശൗലിനെ പോലെ ഈ ഇസ്രായേൽ എന്നും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇവർ ദൈവത്തോട് അപേക്ഷിക്കും, ദൈവം അവരെ അനുഗ്രഹിക്കുമ്പോൾ ഇവർ അഹങ്കരിക്കുമ്പോൾ ദൈവം ശത്രുവിനെ ഏൽപ്പിക്കുമ്പോൾ അനുദപിക്കുമ്പോൾ വീണ്ടും ദൈവം അവരെ വിടുവിക്കുമ്പോൾ വീണ്ടും ഇവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വീണ്ടും ഇവർ അഹങ്കരിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ശിക്ഷ വരും. ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, വീണ്ടും അവർ അനുദപിക്കും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, യഹോവയല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നും പറഞ്ഞിട്ടും നിങ്ങൾ
അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോൾ പഴയതൊക്കെ നിങ്ങളങ്ങ് മറന്നു, എന്നിട്ട് നിങ്ങൾ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോയി. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ മിദ്യാനരിലാൽ ഇസ്രായേൽ ജനം മുഴുവനും തകർത്ത് തരിപ്പണമാക്കി, ഇവരുടെ ചാരമാക്കി, ഇവരെ കൊണ്ട് എല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഗിദെയോൻ. ഹല്ലേലൂയ. ഗിദെയോന്റെ മുന്നിലാണ് ദൈവം ഇവിടെ പ്രത്യക്ഷനാകുന്നത്. ചില ക്ലാസ് ഹയറാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഗിദെയോന്റെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ഗിദെയോനോട് പറയുന്നു, ഹേ പരാക്രമശാലിയെ. ഒരുത്തനെ ദൈവം പരാക്രമശാലി എന്ന് വിളിക്കുന്നത് അവൻ്റെ സാഹചര്യം കണ്ടിട്ടല്ല. അവൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ അവൻ ഭയന്നും വിറച്ചും ഇരിക്കുകയാണ്. അപ്പോൾ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എന്ത് പരാക്രമശാലി? ഞാൻ അങ്ങനെ ഒരു പരാക്രമശാലി ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുമോ? അപ്പം ഞാൻ പരാക്രമശാലിയല്ല എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഗിദെയോനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഞാൻ പരാക്രമശാലി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്ന ആ ഭാഗം നോക്കി. ഗിദെയോൻ അവനോട് ദൈവത്തോട് തന്നെ പറയുന്നു, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? എനിക്ക് ആദ്യം അറിയേണ്ടത്, ദൈവം സർവശക്തനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ സാഹചര്യവും ദൈവത്തിൻ്റെ ശക്തിയും കണക്റ്റഡ് അല്ല. ഹല്ലേലൂയ. നമ്മളൊരുത്തൻ ദരിദ്രനായാൽ ദൈവം ദരിദ്രനല്ല. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി കുറയത്തില്ല. ദൈവം എൽ ഷഡായി. ഹല്ലേലൂയ. നിനക്ക് രോഗമുണ്ടോ, നിനക്ക് ദാരിദ്ര്യമുണ്ടോ, അത് ദൈവത്തിന് വിഷയമല്ല. ഇന്നും ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ സാഹചര്യത്തിൽ എൻ്റെ ശക്തിയെ നീ കുറയ്ക്കാൻ നോക്കല്ലേ, നിന്റെ സാഹചര്യം കൊണ്ട് എന്നെ വിലയിരുത്തല്ലേ. ഹല്ലേലൂയ. നിനക്ക് അങ്ങനെ ഒരു അനുഭവം വന്നാൽ എൻ്റെ ശക്തി കുറയത്തില്ല. നമ്മുടെ അനുഭവം വെച്ച് നമ്മൾ ദൈവത്തെ അളക്കാൻ പോകരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, നമ്മുടെ അനുഭവം വെച്ചിട്ട് ദൈവത്തെ മെഷർ ചെയ്യരുതെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ദൈവം സർവശക്തനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം സർവശക്തനാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ വീക്കായിരുന്നു, രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ സ്ട്രോങ് ആയി. ദൈവം അന്നും ഇന്നും പുരാതന കാലം മുതൽ ദൈവം സർവശക്തനാണ്. ദൈവം സർവശക്തനാണ്. ഒരു വ്യക്തിയുടെ വിടുതലില്ല, ഒരു വ്യക്തിക്ക് ബന്ധനമാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ശക്തി ഇവിടെ കുറയുന്നില്ല. എൽ ഷഡായ്, സർവശക്തൻ, omnipotent, almighty. നീ എന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിന്റെ പ്രശ്നം മലകൾ പോലെ വലുതാണെങ്കിൽ അതിലും വലിയവനാണ് എൻ്റെ ദൈവം. നിന്റെ പ്രശ്നം കണ്ടാൽ പേടിക്കുന്നവനല്ല എൻ്റെ ദൈവം. നീ പേടിക്കുന്ന പോലെ എൻ്റെ ദൈവം പ്രശ്നം കണ്ടാൽ പേടിക്കത്തില്ല. അതുകൊണ്ട് ഗിദെയോൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് എങ്ങനെ വന്നു, ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് എങ്ങനെ വന്നു? ഓക്കെ, അത് സ്വാഭാവികമായി മനുഷ്യന്റെ ചോദ്യമാണ്. മറുപടി, യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഒന്ന്, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നീ ജനത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നീ ജനത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതിനുള്ള ബലമാണ് ദൈവം നിനക്ക് നിറച്ചിരിക്കുന്നത്. ഈ ബലം കൊണ്ട് നീ ഇവിടെ ഇരിക്കുകയാണ്. ബലത്തോടെ നീ പോകേണ്ടവനാണ്. ബലത്തോടെയാണ് നിന്നെ ഞാൻ അയക്കുന്നത്. വെറും കൈയോടെ ഞാൻ നിന്നെ ഒരിക്കലും അയച്ചിട്ടില്ല, അയക്കത്തുമില്ല. ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ തികഞ്ഞവനെയല്ല തെരഞ്ഞെടുക്കുന്നത്, യോഗ്യതയുള്ളവനല്ല തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കുമ്പോൾ നീ വെറും ഒരു സീറോ ആണ്. അങ്ങനെ കാലി കുപ്പിയിലാണ് അവൻ്റെ ശക്തി അവൻ നിറയ്ക്കുന്നത്. എന്നിട്ടാണ് നിന്നെ ഹീറോ ആക്കി അയക്കുന്നത്. കാരണം നീ ശത്രുവിൻ്റെ മുന്നിൽ തോൽക്കരുത്. ജീസസ്, ജീസസ്, ജീസസ്. ദൈവത്തെയും പിശാനെയും ഒരുപോലെ കാണല്ലേ. ദൈവം പിശാനോട് യുദ്ധം ചെയ്യാൻ അത്ര ചീപ്പല്ല. ഹല്ലേലൂയ. ഈ പിശാനെ സൃഷ്ടിച്ചത് തന്നെ ദൈവമാണ്. പിശാചായിട്ട് സൃഷ്ടിച്ചില്ല, ദൂതനായിട്ട് സൃഷ്ടിച്ചു.
പിശാച് ഒരുത്തനെ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അവൻ കഴിവുള്ളവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അത് പിശാനറിയാം. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ പിശാനറിയാം ദൈവത്തോട് കളി നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഉപദ്രവിക്കണമെങ്കിൽ അവനാകെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ മക്കളെ തൊടുകയാണ്. ഇപ്പം നിങ്ങളെ തൊടാൻ പറ്റിയില്ലെങ്കിൽ ശത്രു ചെയ്യുന്നത് നിങ്ങളുടെ കൊച്ചുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തൊടുകയാണ്. നിങ്ങളുടെ കൊച്ചുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളുമെന്ന് ശത്രുവിന് നന്നായിട്ട് അറിയാവുന്നതുപോലെ ദൈവത്തിന് പൊള്ളുന്നത് ദൈവത്തിൻ്റെ മക്കളെ തൊടുമ്പോഴാണ്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. നീ ആരെയാണ് തൊടുന്നത്? നിന്നെ തൊട്ടാൽ ദൈവത്തിൻ്റെ കൺമണിയാണ് തൊടുന്നത്, കൃഷ്ണമണിയാണ് തൊടുന്നത്. ജീസസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിശാചിന് ദൈവത്തെ ഇറിറ്റേറ്റ് ചെയ്യണമെങ്കിൽ, ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകാനോ ദൈവത്തെ ഉപദ്രവിക്കാനോ ഈ ജഗത്താന് കഴിയാത്തത് കൊണ്ട് തൻ്റെ മക്കളോടാണ് കളി. മക്കളോടുള്ള ഏറ്റവും വലിയ കളി എന്ന് പറഞ്ഞാൽ അവരുടെ ബോധം ഇല്ലായ്മ ചെയ്യുക. ഒരാൾ ബോധമില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അയാളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം എന്തൊരു ഭാരമാണെന്ന്. ഇതുപോലെ മക്കൾ, ദൈവത്തിൻ്റെ മക്കളുടെ ഐഡൻറ്റിറ്റി എടുത്തുകൊണ്ടുപോയി. അവരിപ്പോൾ അവരാരെന്നറിയാതെ ജീവിക്കുകയാണ്. അങ്ങനെ പിശാച് സന്തോഷത്തോടെ കഴിയുക. കാരണം പിശാനറിയാം, എന്നെ പുറത്താക്കണമെങ്കിൽ, എന്നെ അടക്കി ഒരു ഭാഗത്ത് ഇരുത്തണമെങ്കിൽ അധികാരമുള്ളവൻ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ദൈവം അത് പറയാതെ സകലവും മനുഷ്യരുടെ കൈ കൊടുത്ത് അവരറിയാം. ഇനി എന്നെ ഇരുത്തണമെങ്കിൽ അത് മനുഷ്യനായിരിക്കണം ഇരുത്തുന്നത്. ആ മനുഷ്യൻ എന്നെ ഇരുത്തണമെങ്കിൽ അവന് ബോധം വേണം, ഉൾബോധം വേണം. അതുകൊണ്ട് അവൻ്റെ ബോധം അങ്ങ് പോയി കഴിഞ്ഞാൽ അവൻ പറഞ്ഞ് ഞാൻ കേൾക്കണ്ട, മറിച്ച് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കണം. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. പിശാച് ചിന്തിക്കുന്നത് എന്നെ ഇരുത്തേണ്ടവനാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അവൻ അറിയുന്നില്ല അവൻ്റെ പൊസിഷൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ദൂതൻ വന്നിട്ട് ഗിദെയോനോട് പറയുന്നത്, നീ ഭയന്നും വിറച്ചിരിക്കേണ്ടവനല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ നിന്റെ സാഹചര്യം കണ്ടിട്ട് ഭയക്കരുത്. നീ ഈ ജനത്തെ വിടുവിക്കാൻ ദൈവം കണ്ടൊരു വ്യക്തിയാണ്. ഇതിൻ്റെ അകത്ത് ദൈവം ഇത് പറയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, നിത്യനിവൃത്തിക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ ആമേൻ, അവർക്ക് ആടായ എന്താ, സിംഹമായ എന്താ, അതുകൊണ്ടാണ് അവർ കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സർവൈവേഴ്സിന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നവർക്ക് ആടും മൊയിലും ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ ശത്രുവിനെ പുറത്താക്കുന്നവനാണ് ചിന്താഗതി മാറേണ്ടത്. അവനാണ് സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വരേണ്ടത്. അവനൊന്ന് ഗർജിച്ചാൽ കാട് വിറയ്ക്കണം. ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു അഭിഷിക്തന്മാർ, പുതിയ നിയമത്തിലുണ്ടായിരുന്നു അഭിഷിക്തന്മാർ, അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് ലോകത്തെ കീഴ്മേ മറിക്കുന്നവർ അവിടെ വന്നിട്ടുണ്ടെന്നാണ്. ഈ ലോകത്തെ കീഴ്മേ മറിക്കുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ലോകത്തെ കീഴ്മേ മറിക്കാൻ കഴിയത്തില്ല. ലോകത്തെ കീഴ്മേ മറിക്കണമെങ്കിൽ അവൻ ഐഡന്റിറ്റി മനസ്സിലാക്കിയവരാണ്. അവരാരെന്ന് മനസ്സിലാക്കാതെ, വെറുതെ അഭിഷേകം കൊണ്ടല്ല, അവൻ ആരെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ ലക്ഷ്യം മുഴുവനും കനാൻ ദേശമായിരുന്നു. കാരണം അവർ കേട്ടത് പാലും തേനും കവിഞ്ഞൊഴുകുന്ന കനാൻ ദേശത്തെ കുറിച്ചാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് അതങ്ങ് എടുക്കാമെന്ന് വിചാരിക്കല്ലേ. അതിനെ ചുറ്റും അമോന്യരുണ്ട്, അമാലക്കുണ്ട്, മോബിയരുണ്ട്, ഹിത്യരുണ്ട്, കനാന്യരുണ്ട്. ഇതെല്ലാം 5-6 ശക്തികൾ അതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ഓടിച്ചു കളയുന്ന പ്രതീക്ഷിച്ച് നിൽക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ ഓടിച്ചു കളയണം. ഈ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴാണ് ഈ പ്രശ്നം. എല്ലാം ദൈവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഇത് ഞാൻ ചെയ്യത്തില്ല, ഇത് നീ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അത് നീ എന്നെ നന്നായി അറിയണം. ഹല്ലേലൂയ. നീ എന്നെ നന്നായി അറിയണം. എന്നിട്ട് എന്നെ നന്നായി നീ അറിയുമ്പോൾ നീ നിന്നെ നന്നായി അറിയാം.
അതുകൊണ്ടാ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിക്കരുത്. ചോക്ലേറ്റിൽ ഉറുമ്പ് പൊതിഞ്ഞതുപോലെ ശത്രു പൊതിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാനൊന്നും ചെയ്യുമെന്ന് വിചാരിച്ച നീ നിൽക്കല്ലേ, അതിനെ ഓടിച്ചു കളയേണ്ട റെസ്പോൺസിബിലിറ്റി നിൻ്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് അത് സീരിയസ് ആയിട്ട് എടുക്കാതെ അങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, ഉറ്റുനോക്കാൻ ചെന്നപ്പോൾ അവരെക്കാട്ടിലും വലുതായിട്ട് അവർക്ക് ശത്രുവിനെ തോന്നി. ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെയാണ് ഇസ്രായേലിനും ഫെലിസ്ത്യർക്കും സംഭവിച്ചത്. ഹല്ലേലൂയ. ഗോലിയാത്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം 40 രാവും 40 പകലും പിറകോട്ട് സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് വെറും 14 വയസ്സുകാരൻ്റെ തലയിലാണ് എണ്ണ വീണിരിക്കുന്നത്. ഈ യുദ്ധകളത്തിൽ ചെറുക്കൻ വരുമ്പോൾ 15 വയസ്സെന്നാണ് കമൻട്രി പറയുന്നത്. ദാവീദിന് 15 വയസ്സ്. മറ്റുള്ളവരെല്ലാം പിറകോട്ട് റിവേഴ്സ് ഗിയറിൽ പോകുമ്പോൾ ഇവനെ കൊണ്ട് ആരും ഭയപ്പെടേണ്ട, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊരു ചെറിയ ചെറുക്കൻ പറയുമ്പോൾ സകലർക്കും അത് തമാശയായിട്ടാണ് തോന്നിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അതിൽ ചിലർക്കൊക്കെ തോന്നി ഇത് വെറും ഒരു തമാശയല്ല, അവൻ്റെ ശബ്ദത്തിൽ അതിൻ്റെ ഗാംഭീര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്ത് വ്യവസ്ഥയിലാണ് നീ പറയുന്നത് നിനക്കത് ചെയ്യാൻ കഴിയും? അത് രാജാവിനോട് ചെന്ന് പറ, നിങ്ങൾക്ക് കഴിയാത്ത എനിക്ക് കഴിയുമെന്ന്. കാരണം നിങ്ങൾ ശത്രുവിൻ്റെ ബലത്തെ കാണുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലത്തെ കാണുന്നു. നിങ്ങൾ ശത്രുവിൻ്റെ പൊക്കവും ഉയരവും കാണുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സർവശക്തിയെ കാണുന്നു. ഈ സൈന്യങ്ങളുള്ള നിങ്ങൾക്ക് ചെയ്യിക്കാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ ബലം തിരിച്ചറിഞ്ഞവൻ പറഞ്ഞു, ഇവനെ കൊണ്ട് ധൈര്യപ്പെടണ്ട. കാരണം ഈ കനാൻ ദേശം ഉറ്റുനോക്കിയവർ ഭൂരിപക്ഷം കണ്ടത് ശത്രുവിൻ്റെ വലിപ്പമാണ്. ഹല്ലേലൂയ. അവരെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വില അങ്ങ് കുറഞ്ഞുപോയി. ഞാൻ എന്നെ തന്നെ ചെറുതായി കണ്ടു. മറ്റുള്ളവർ എന്നെ ചെറുതായി കണ്ടത് എൻ്റെ പ്രശ്നമല്ല, പക്ഷെ ഞാൻ എന്നെ ചെറുതായി കണ്ടാൽ എൻ്റെ തോൽവി ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും അവർ ശ്രമിക്കുന്നതും ഈ വിമർശനങ്ങളെല്ലാം എൻ്റെ ശക്തിയെ എന്നെ ഞാൻ തന്നെ ചെറുതായി കാണാനാ. അതുകൊണ്ടാണ് യേശു കർത്താവിനോട് പറഞ്ഞത്, ആ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം യേശു കർത്താവിനോട് പറഞ്ഞത് എന്താ? യേശു കർത്താവിനോട് പറഞ്ഞത് 8-ാം അധ്യായം 48 ഏതാ നോക്കിയേ. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ. അതൊരു മോശപ്പെട്ട വേടാണേ. നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, ചിലപ്പോൾ ശരിയാകാം. അങ്ങനെയാണോ പറഞ്ഞേ? യേശു കർത്താവിനോട് പറയുക, നിനക്ക് ഒരു ഭൂതമുണ്ട്, നീ ഒരു ശമര്യക്കാരനാണെന്ന്. തീർന്നില്ല. യോഹന്നാൻ 10:20 പറഞ്ഞു, അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മത്തായി 12:2. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ശമര്യക്കാരൻ, നിനക്ക് വട്ടുണ്ട്, നീ ഭ്രാന്തനാണ്, നീ ബെൽസെബൂലാണ്, ഭൂതങ്ങളുടെ രാജാവാണ്. യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന വേർഡുകളാണ് ഇപ്പം നമ്മൾ കണ്ടത്. യേശു കർത്താവ് ഒരിക്കലും അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഭൂതമുണ്ടെന്നാണ്. അവൻ എന്നോട് പറഞ്ഞത് ഞാൻ ബെൽസെബൂലാണെന്ന്, എന്നെ ശമര്യക്കാരൻ എന്ന് അവൻ വിളിച്ചു. യേശു കർത്താവ് ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്തില്ല. പലരും പല വേർഡുകളും പറഞ്ഞിട്ട് നമ്മളെ തന്നെ കുറയ്ക്കുന്നതിൻ്റെ കാര്യം അവരുടെ ചിന്തയിലേക്ക് അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ചത് നമ്മളാകണമെന്നാണ്. നീ എന്നെക്കുറിച്ച് ചിന്തിച്ചതല്ല ഞാൻ, ദൈവം എന്നെക്കുറിച്ച് ചിന്തിച്ചതാണ് ഞാൻ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിച്ചതല്ല ഞാൻ. വീട്ടുകാരും നാട്ടുകാരും എനിക്കൊരു ഷേപ്പ് വെച്ചു. അതുകൊണ്ടാണ് അവര് കണ്ടത് അവര് പറയും. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ എനിക്കൊരു ഷേപ്പ് ഉണ്ട്. അത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അത് ഐഡന്റിറ്റി. ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് അവരുടെ അകത്തൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് അവർ നമ്മളോട് പറയുന്നത്. അവർ പറയും നീ നന്നാവത്തില്ല, അല്ലെങ്കിൽ നീ. ഇന്ന് നമ്മൾ പലരും പലതും ആയത് ഇതുപോലെ അവരെ പലരെയും പ്രസാദിക്കാൻ പോയതുകൊണ്ട്. യേശു കർത്താവ് അവർ പറഞ്ഞതൊന്നും ഏറ്റു പറഞ്ഞില്ല. എന്നിട്ട് യേശു കർത്താവ് അവരോട് പറഞ്ഞു,
ഞാൻ ഭൂതവും വട്ടും സമരക്കാരനൊന്നുമല്ല. യോഹന്നാൻ സുവിശേഷം 6:35 പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ അപ്പമാണെന്ന് പറഞ്ഞു. യോഹന്നാൻ 8:12 പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. യോഹന്നാൻ 10:9 പറഞ്ഞു, ഞാൻ വഴിയാണെന്ന് പറഞ്ഞു. യോഹന്നാൻ 10:9 പറഞ്ഞു, ഐ ആം ദ ഡോർ എന്ന് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. യോഹന്നാൻ 10:11-14 വരെ വായിച്ചാൽ, ഞാൻ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനാണെന്ന് പറഞ്ഞു. യോഹന്നാൻ 11:25 പറഞ്ഞു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന് പറഞ്ഞു. യേശു കർത്താവ് യോഹന്നാൻ 14:6 പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ആമേൻ. യോഹന്നാൻ 15:1 പറഞ്ഞു, ഞാൻ മുന്തിരി വള്ളിയാണെന്ന്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് എന്നോട് എന്ത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു, ഞാനൊരു ജയാളിയാണ്. ഈ കൺഫെഷൻ ഇത്രയും വലിയ പ്രാധാന്യം ഈ സഭ കൊടുക്കുന്നതിന്റെ കാര്യം, ശത്രു 24 മണിക്കൂർ നിന്റെ ചെവി പറഞ്ഞതല്ല, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം നിന്നോട് പറഞ്ഞതാ. നിന്റെ ഐഡന്റിറ്റി അവൻ നഷ്ടപ്പെടുത്തി കൊണ്ടുപോയി. ഓ ജീസസ്. വരുന്ന ദിവസങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് ദീർഘായുസ്സ് ദൈവം തന്ന് തകർക്കാനാ. ഹല്ലേലൂയ. ഇതിന് പ്രായം ഒരു വിഷയമല്ല. എന്ന് നിന്നെക്കുറിച്ച് ഒരു ഐഡന്റിറ്റി കിട്ടി, അന്നാണ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത്. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്തും തോന്നാം. അതുകൊണ്ടാണ് ദാവീദിന് ഒരിക്കലും ദാവീദിനെ ചെറുതായി കണ്ടിട്ടില്ല. 15-ാമത്തെ വയസ്സിലും ചെറുക്കൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവമാണ് വലുത്, അവൻ്റെ ദൈവമല്ല. അതുകൊണ്ട് ദാവീദ് അവിടെ നിന്ന് ജയിച്ചത് കൊണ്ട് പ്രശ്നം തീർന്നില്ല, ജയിച്ചത് കൊണ്ട് പ്രശ്നം കൂടി. ഇപ്പൊ ശൗലിന് അസൂയ കൂടിയിട്ട് 21 പ്രാവശ്യം കുന്തവുമായിട്ട് ഈ ചെറുക്കൻ്റെ പിറകിൽ കുത്താൻ പോകുക. അയാൾക്ക് രാജ്യം നഷ്ടപ്പെട്ടതിൻ്റെ രോദനം. രണ്ടാമത് ഫെലിസ്ത്യർ മുഴുവനും ദാവീദിനെതിരെ. പണ്ട് വീട്ടുകാരെ എതിരുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നാട്ടുകാരും എതിരായി, രാജ്യങ്ങളെതിരായി, രാജാവെതിരായി, എല്ലാം കൂടെ എതിര്. ലാസ്റ്റ്ലി എതിർപ്പെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അദുല്ലാം ഗുഹയിൽ എത്തിച്ചു. അവിടുന്ന് നമ്മൾ കാണുന്നത്, ഇപ്പോൾ ദാവീദിന് 30 വയസ്സായി. ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു. ഇന്നത്തെ മെയിൻ ന്യൂസ്, തൻ്റെ വാഴ്ച തുടങ്ങുമ്പോൾ തനിക്ക് 30 വയസ്സ്. 15-ാമത്തെ വർഷം അഭിഷേകം കഴിഞ്ഞ് 30-ാമത്തെ വയസ്സ് വരെ സൂക്ഷിച്ച് ഇപ്പോൾ സിംഹാസനത്തിലേക്ക് ഇരിക്കുന്ന രാജാവ് വിവരം കിട്ടിയപ്പോൾ യെരുശലേമിന്റെ കൺട്രോള് യെബൂസ്യരുടെ കയ്യിലാണ്. യെബൂസ്യർക്ക് വിവരം കിട്ടി, പുതിയ രാജാവ് വന്നിട്ടുണ്ട്. യെബൂസ്യർ അതിനെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ എത്ര കണ്ടതാ. ശൗലിൻ്റെ കാലത്ത് വന്ന്, യോശുവയുടെ കാലത്ത് വന്നു, നമ്മളെ പൂർണ്ണമായിട്ട് ഇവർക്ക് ആർക്കും തീർക്കാൻ പറ്റുമോ? ഇപ്പം ഒരു ചെറുക്കാൻ ദാവീദ് അത്ര വന്നിരിക്കുന്നത്. അവനോട് പറ, നിന്നെയൊക്കെ തടയാൻ കുരുടരും മുടന്തരും ധാരാളമാണെന്ന് പറഞ്ഞ് കൊച്ചാക്കി കളഞ്ഞു. ദാവീദ് സംസാരിച്ചില്ല. ആരെങ്കിലും വന്ന് പറയുകയാണ്, നിന്നെ തടയാൻ കുരുടരും മുടന്തരും മതി ഇത്ര. ദാവീദിനോട് പറയാം. ദാവീദിനോടൊന്നും പറയാൻ ധൈര്യമുള്ളവനില്ല ഇവിടെ. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇതിനൊന്നും ദാവീദ് ചെവി കൊടുക്കത്തില്ല. കാരണം ദാവീദിന് അറിയാം ദാവീദ് ആരാന്ന്. നീ ആരാന്നുള്ള ഒരു ഐഡന്റിറ്റി നിനക്ക് പൂർണ്ണമായി കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നീ ഇങ്ങനെ ഷേപ്പ് ഔട്ട് ആകത്തില്ല. ദാവീദേ, നിന്നെ തടയാൻ മുടന്തരും കുരുടരും മതിയെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. മറുപടി കൊടുത്തില്ല. പക്ഷേ യെബൂസ്യർ പറഞ്ഞു വായി അടയ്ക്കുന്നതിന് മുമ്പ് യെരുശലേമിന്റെ പേര് മാറി ദാവീദിന്റെ നഗരം. എപ്പോൾ സംഭവിച്ചെന്ന് എന്നോട് ചോദിക്കട്ടെ, എപ്പോൾ സംഭവിച്ചെന്ന്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് എൻ്റെ ഐഡന്റിറ്റി കുറച്ച് കാണാം, പക്ഷെ ഞാൻ എന്നെ കാണാത്തോടത്തോളം കാലം ഞാൻ ജയിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും എൻ്റെ വ്യക്തിത്വത്തെ കുറച്ച് കാണാം, പക്ഷെ നീ കണ്ടതല്ല ഞാൻ. ഒരുവൻ അവന്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നു അതത്രേ അവൻ. ഒരുവൻ തന്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നു അതാണ് അവൻ എന്ന് ശലോമോൻ 23 സദൃശവാക്യം 7 പറഞ്ഞു. ഒരുവൻ അവന്റെ ഹൃദയത്തിൽ അവൻ എന്ത് ചിന്തിക്കുന്നു അതാണ് അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ശത്രു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനൊരു ആടായി എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ ആടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഇല്ലാതെ ഓടും. മാനിൻ്റെ രൂപമാണ് തെളിഞ്ഞെങ്കിൽ ഓടും, പന്നിയുടെ രൂപമാണെങ്കിൽ ഓടും, സിംഹത്തിൻ്റെ രൂപമാണെങ്കിൽ നിൽക്കും. നിനക്ക് നിന്നെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടാകണം. നിനക്ക് നിന്നെക്കുറിച്ച് വ്യക്തമായ ഒരു ഇമേജ് ഉണ്ടാകണം. മരിച്ച് 21 പേരെ പുഷ്പം പോലെ എഴുന്നേൽപ്പിച്ചു വിട്ടിരുന്ന സ്മിത്ത് വിഗിൾസ്വർത്ത് അവർകളോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു, സുന്ദരമായ ഒരു ചോദ്യം. എന്താണ് സാർ നിങ്ങളുടെ ശുശ്രൂഷയുടെ രഹസ്യം? പബ്ലിക് ടിവിയിലെ ഇന്റർവ്യൂ. 10-21 പേരെ മരിച്ചവരൊക്കെ ഉയർപ്പിക്കണമെങ്കിൽ സാധാരണക്കാരനല്ലല്ലോ. അതുകൊണ്ട് ഇന്റർവ്യൂ ചോദ്യം, അതിന് മറുപടി എന്തെന്നോ, എൻ്റെ അകത്തുള്ള മനുഷ്യൻ പുറത്തുള്ള മനുഷ്യനേക്കാൾ 1000 മടങ്ങ് വലുപ്പമുണ്ട്. എൻ്റെ അകത്തുള്ള ബോൺ അഗെയിൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് പുറത്തുള്ള മനുഷ്യനേക്കാൾ 1000 മടങ്ങ് വലുപ്പമുണ്ട്. നീ ആയിരിക്കുന്ന നിന്റെ ദേശത്തെ ദേശാധിപതിയേക്കാൾ 1000 മടങ്ങ് വലുപ്പമാണ് നിനക്കുള്ളത്. അവൻ പറയുമ്പോൾ നീ ഓടരുത്, നീ പറയുമ്പോൾ അവൻ പോകണം. നിനക്ക് നിന്നെക്കുറിച്ച് ഒരു ഇമേജ് കിട്ടിയാൽ പേടിക്കത്തില്ലെന്ന് പറയാം. ചവിട്ടി അരയ്ക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു പാമ്പ് നിന്റെ മുന്നിൽ വന്ന് കടക്കാൻ ധൈര്യം കാണിക്കത്തില്ല. ഒരു പാമ്പ് നിന്റെ മുന്നിൽ വന്ന് കടക്കാൻ ധൈര്യം കാണിക്കത്തില്ല. നീ ആയിരിക്കുന്ന പട്ടണത്തിന്റെ ദേശാധിപതിയുടെ ആമേൻ 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 അതിനേക്കാൾ വലുതാണ് നിന്റെ അകത്ത് രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ ശക്തി. നീ ഫിസിക്കലായിട്ടൊന്നും കാണണ്ട. അതുകൊണ്ടാണ് സ്പിരിച്വലിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്, ഫിസിക്കലിനെ കുറിച്ചല്ല. അതുകൊണ്ടാണ് ദൈവം നിനക്ക് തന്നത് മുഴുവനും സ്പിരിച്വലാ. നീ ദൈവത്തെയും കണ്ടിട്ടില്ല, പരിശുദ്ധാത്മാവിനെ തന്നിട്ടില്ല. എല്ലാം സ്പിരിച്വൽ, എല്ലാം സ്പിരിച്വലാ. കാരണം കളി മുഴുവനും ആത്മീയമാണ്. കളി മുഴുവനും ആത്മീയമാ. കാണാത്ത യേശുവിനെ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം യേശുവാണെന്ന് എന്തുകൊണ്ട് സിംഹത്തെ വിശ്വസിച്ചൂടാ? ഭയന്നിരിക്കുന്ന ഗിദെയോനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, നീ മിദ്യാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കാനുള്ളവനാ. നീ നിന്റെ അവസ്ഥയും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നിന്റെ ചിന്താഗതി മാറ്റ്, നിന്റെ ചിന്താഗതി മാറ്റ്. മറ്റുള്ളവർ പറഞ്ഞതല്ല നീ, ഞാൻ പറഞ്ഞതാ നീ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ അകത്ത് ഒരുത്തന്റെ പിക്ചർ പതിഞ്ഞാൽ ഭൂമിയുടെ ഏത് അറ്റം വേണമെങ്കിലും അവനെ ലൊക്കേറ്റ് ചെയ്ത് അവന്റെ അടുക്കിലേക്ക് പോകുന്നവനാ എൻ്റെ ദൈവം. അതുകൊണ്ടാ ഫറവോന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴൊന്നും ദൈവം പോയില്ലല്ലോ മോശയുടെ അടുക്കൽ. എന്നിട്ട് മരുഭൂമിയുടെ ഏറ്റവും പിറകു, ബാക്ക് സൈഡ് ഓഫ് ദ ഡെസേർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്, ഏറ്റവും പിറകിൽ അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമ്പുരാൻ മോശയുടെ മുന്നിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ മോശയോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന് മോശയുടെ അടുക്കൽ ആടുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാമായിരുന്നു. പക്ഷെ താഴ്വാരങ്ങളിലേക്ക് മോശയുടെ അടുക്കൽ ഇറങ്ങി വരാതെ ദൈവം പർവ്വതത്തിലേക്ക് കയറി മോശ മുകളിലേക്ക് കയറ്റിയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിന്നെ അവിടെ താഴെ ഇറങ്ങാനല്ല, നിന്നെ മുകളിലേക്ക് കൈ പിടിച്ച് കയറ്റാനാ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിന്റെ താഴ്വാര ചിന്താഗതി മാറ്റ്. നിന്റെ ചിന്താഗതി മുകളിലേക്കാകട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ചിന്ത ഉയരത്തിൽ ഉയരത്തിൽ ഉയരത്തിൽ, താഴ്ചയുള്ളല്ല ഉയരത്തിൽ, ഉന്നതിയിൽ ഉയരത്തിലുള്ള ചിന്തിക്കുവിൻ. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ആത്മീയം ചിന്തിപ്പിൻ. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ആത്മീയമായിട്ട് അനുഗ്രഹിച്ചിട്ട് നമുക്കെന്ത്? ഞാൻ പറഞ്ഞു, ആത്മീയമായിട്ട് നിന്നെ അനുഗ്രഹിച്ച ഭൗതികം നീ വിളിച്ചു വരുത്തും. ആത്മീയമായിട്ട് അനുഗ്രഹിച്ചാൽ ദൈവം നിന്നെ, നിന്റെ ഭൗതികത്തെ ദൈവമല്ല നീ വിളിച്ചു വരുത്തും. നീ പറഞ്ഞോടത്തത് വരും. ഓ ജീസസ്. കാണാതെ പോയ അപ്പന്റെ കീശിന്റെ കഴുതയെ അന്വേഷിച്ചു പോകുന്ന ശൗൽ, ബാല്യക്കാരും കൂടെ പോയി കഴുതയെ കാണുന്നില്ല. അപ്പോഴാണ് ഒരുത്തൻ പറയുന്നത്, ഇനി അന്വേഷിച്ച് പോകണ്ട, അതിനേക്കാൾ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലൊരു പ്രവാചകനുണ്ട്,
ഈ നാട്ടിലൊരു പ്രവാചകനുണ്ട്. ഹല്ലേലൂയ. അയാളുടെ പേര് ശമൂവേൽ എന്നാ. ശമൂവേൽ. ചുമ്മാതല്ല ആലയത്തിൽ വളർന്നത്. ദൈവത്തിന്റെ ഇടപെടൽ കേട്ട് ദൈവമായിട്ട് ബന്ധപ്പെട്ട ഒരു ശമൂവേലുണ്ട്. ശമൂവേലുണ്ട്. ആ ശമൂവേലിന്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പ്രവചിച്ചു പറയുമെന്നല്ല പറഞ്ഞത്. ആ ശമൂവേലിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ പറയുന്നിടത്ത് നിന്റെ അപ്പന്റെ കഴുത വരും. അവൻ പറയുന്നിടത്ത് നിന്റെ അപ്പന്റെ കഴുത വരും. എവിടെ ഉണ്ടെന്നല്ല അവൻ പറയുന്നത്, അവൻ പറയുന്നിടത്ത് കഴുത വരും. അവൻ പറയുന്നിടത്ത് കഴുത വരും. ഓ ജീസസ്. യേശു കർത്താവിന് കയറാനുള്ള കഴുത ശിഷ്യന്മാരെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, പുറത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയുണ്ട്, അഴിച്ചു കൊണ്ടുവരിക. അയ്യോ, വല്ലവന്റെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെ ഞങ്ങൾ പോയാൻ. ഒരുത്തൻ തടയത്തില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്ക്, യജമാനൻ ആവശ്യം. ആരെങ്കിലും ചോദിച്ചാൽ യജമാനൻ ആവശ്യമുണ്ട്, ഒരൊറ്റ വാക്ക്. അഴിക്കുമ്പോ ചോദിച്ചു, എവിടേക്കാ? യജമാനൻ ആവശ്യമുണ്ട്. ഇതിലൊരു ഞാൻ കാര്യം പറയട്ടെ. കഴുതയെ പുറത്തിട്ടിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ പ്രായം കൊണ്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് ആർക്കും ആവശ്യമില്ലാത്ത അവൻ ആവശ്യമുണ്ട്. ആർക്കും ആവശ്യമില്ലാത്തതിന് അവൻ ആവശ്യമുണ്ട്. ഓ ജീസസ്, 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 ജീസസ്. ആ കഴുതയുടെ ഒരു മഹാഭാഗ്യം എന്ന് ഓർത്ത് നോക്കി. യജമാന് വേണ്ടാതെ പുറത്ത് കെട്ടിയിട്ടിരിക്കുമ്പോൾ ആർക്കോ വേണ്ടി അഴിഞ്ഞു പോകുന്ന ഒരു കഴുത, കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ആദരിക്കുന്ന ഒരു കഴുത. എന്താ കാര്യം? നിന്റെ പുറത്തിരിക്കുന്നവൻ നിനക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ അവൻ പുറത്തല്ല, അവൻ അകത്തിരിക്കുക. പഴയ നിയമത്തിലാണെങ്കിൽ പുറത്തേ ഇരിക്കത്തുള്ളൂ, പക്ഷെ പുതിയ നിയമത്തിൽ അകത്തല്ലേ ഇരിക്കുന്നത്. യേശു കർത്താവിന് ലോഡ്ജിലൊന്നും സ്ഥലം കൊടുക്കാതെ, ഈ ലോകത്തേക്കുള്ള എൻട്രിക്ക് യേശു കർത്താവിന് സ്ഥലം കൊടുക്കാത്ത സത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ഇത് വരുന്നത് മശിഹയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവൻ അനുവദിക്കാതിരുന്നത്. ഇത് മശിഹയാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ യേശു കർത്താവിനും പുറത്തു വരാൻ മറിയയ്ക്ക് ഒരു അവസരം അവിടെ കൊടുത്തിരുന്നെങ്കിൽ ആ സത്യത്തിൻ്റെ പേര് ഇന്നും അത് കാണാൻ അവൻ അത് വെച്ച് കാശുണ്ടാക്കാമായിരുന്നു. അത് വലിയ ടൂറിസ്റ്റ് പ്ലേസ്, കാരണം അവൻ അനുവദിച്ചത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുവദിക്കാത്ത സത്രക്കാരൻ്റെ പേര് ഇതുവരെ ഇവർ എഴുതിയിട്ടില്ല. പക്ഷെ മരിച്ച സമയത്ത് കല്ലറ കൊടുത്ത അരിമത്യക്കാരൻ യോസേഫിന്റെ പേര് ഓരോ മെസ്സേജിലും കയറുകയാണ്, ഓരോ മെസ്സേജിലും. കൈ കളിച്ച് ദൈവത്തെ സൂചിച്ച് എവിടേക്കാ പോകുന്നു മെസ്സേജ്, എവിടേക്കാ പോകുന്നത് നിന്റെ ഐഡന്റിറ്റി. ദൈവം വിസിറ്റ് ചെയ്യാറുണ്ട്. ദൈവം വിസിറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സമയം അത് തിരിച്ചറിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് രക്തസാക്കാരത്തിൽ രക്ഷപ്പെട്ടു, ഭർത്തലവുമായി രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ സന്ദർശനം കാരണം 38 വർഷം കരയിൽ കിടക്കുന്നവൻ, ബെഡിൽ കിടക്കുന്നവൻ രക്ഷപ്പെട്ടു. സന്ദർശനത്തിൻ്റെ സമയമാണ്. ദൈവം ഇപ്പം 2 രീതിയിലാണ്, 2 കാരണത്തിനാണ് സന്ദർശിക്കുന്നത്. ഒന്ന്, ദൈവം സന്ദർശിക്കുന്നത് ദൈവം ആരെന്ന് കാണിക്കാൻ. ഒന്ന്, ദൈവത്തിന്റെ സന്ദർശനം ദൈവം ആരെന്ന് കാണിക്കാനാണ്. അടുത്തതാണ് നീ ഞെട്ടാൻ പോകുന്നത്. ഓർത്തിരുന്നു, അടുത്ത മറുപടി ഞാൻ പറയാൻ പോവാ. ദൈവം സന്ദർശിക്കുന്നത് 1 ദൈവം ആരെന്ന് തെളിയിക്കാനാണ്. 2 നീ ആരാണെന്ന് നിന്നോട് പറയുവാൻ.
നീ ആരാണെന്ന് നിന്നോട് പറയാൻ ദൈവം നിന്റെ മുന്നിലിറങ്ങും. ഗിദെയോനെ, നീ പരാക്രമശാലിയാ. മോശേ, നീ ഫറവോന്റെ അടുക്കലേക്ക് പോകണം. പട്ടണത്തെ ഇന്ന് ഇളക്കി മറിച്ച് തല തിരിച്ചിടണം. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിമിഷം സാധാരണ മനുഷ്യൻ, നിങ്ങൾ മരിച്ചൊരു അത്ഭുത മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിമിഷം നിങ്ങൾ അസാധാരണ ഒരു ഹ്യൂമണായി മാറി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനി സാധാരണക്കാരെ പോലെ നടക്കല്ലേ, ജാതികളെ പോലെ നടക്കല്ലേ, സൂപ്പർമാനായി നടക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 11:32. ഹെബ്രായർ 11:32. എവിടെയെങ്കിലും നിർത്തണ്ടേ? ഇനി നാം എന്ത് പറയണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ആര്? ഭീരുക്കളായി കരുവേലത്തിന്റെ കീഴിൽ മുന്തിരിച്ചക്കൻ്റെ അരികിൽ ഇരുന്ന ഗിദെയോൻ, അവനെക്കുറിച്ച് പറയാൻ വാക്കുകൾ പോരാ, അവൻ രാജ്യങ്ങളെ അടക്കി. എന്താ കാര്യം? ദൈവം ആരെന്ന് തനിക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇന്ന് നീ ആ മരത്തിൻ്റെ തണലിൽ നിന്ന് എഴുന്നേക്കാൻ പോകുകയാണ്. ഇന്ന് നീ മരത്തണലിൽ നിന്ന് മാറാൻ പോകുകയാണ്. യെസ്, ഇന്ന് നീ മരത്തിൻ്റെ തണലിൽ നിന്ന് മാറാൻ പോകുകയാണ്. അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ച് സിംഹങ്ങളുടെ വായടച്ചു. ശത്രുക്കളുടെ വായടച്ചെന്ന്, ശത്രുക്കളുടെ വായടച്ചു. ആര്? ഭീരുവായിരുന്ന ഗിദെയോൻ. ശത്രുക്കളെ കണ്ട് പേടിച്ച് മരത്തിന്റെ കീഴിൽ ഒളിച്ചെന്ന് ഗിദെയോൻ. ഇദ്ദേഹത്തെ കുറിച്ച് പറയാതെ പുസ്തകം അടയ്ക്കാൻ കഴിയത്തില്ലെന്ന് എന്റെ കർത്താവ്.